ഷാർജയിൽ വീണ്ടും അക്ഷരങ്ങളുടെ മഹാമേള നടക്കുകയാണ്. ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ കുട്ടികളുടെ വായനോത്സവത്തിൽ വ്യത്യസ്തമായ നിരവധി കാഴ്ചകളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. യുഎഇയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ കുരുന്നുകൾക്ക് മുന്നിൽ അറിവിൻ്റെയും വായനയുടെയും വലിയ ലോകം തുറന്നിട്ടിരിക്കുകയാണ്. 15ാമത് ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ വായനോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പബ്ലിഷേഴ്സും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2, 3, 4 പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബിക്കിൻ്റെ ഒരു എക്സിബിഷൻ ഹാൾ നമ്പർ 4 വേറെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകമേളയുണ്ട്, ഇല്ലസ്ട്രേഷൻ എക്സിബിഷൻസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്സ് ഉണ്ട്, കുക്കറി ഷോസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കോമിക് കോർണർ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ്, നമ്മുടെ ഈ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രകടനം ഇവിടെ എപ്പോഴും നമ്മുടെ ലോബീസിലൊക്കെ കാണാൻ പറ്റും. വൺസ് അപ്പോൺ എ ഹീറോ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ വായനോത്സവം നടക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 200ഓളം പ്രസാധകരാണ് ഇത്തവണ വായനോത്സവത്തിനായി എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. നിരവധി പുസ്തകങ്ങൾ ഞങ്ങളുടെ സ്റ്റാളിലുണ്ട്. നമ്മൾ ഈ ഏറ്റവും വലിയ പുസ്തകങ്ങൾ പോലും ലിബി തവണ കൊണ്ടുവന്നിട്ടുണ്ട്. വിസിറ്റിങ്ങിന് അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇവിടെ ബുക്ക് ഫെയറിന് കൂടാറുണ്ട്. അപ്പോൾ ബുക്കുകളൊക്കെ വാങ്ങാറുണ്ട്, നല്ല ബുക്കൊക്കെ വാങ്ങാറുണ്ട്. വായനയോടൊപ്പം കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാതരം കഴിവുകളെയും കൃത്യമായി പുറത്തെടുക്കാനുള്ള സെഷനുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ ഓരോ സെഷനിലും പങ്കെടുക്കാനായി എത്തുന്നത്. I came and I first came to this, then I went to buy some books, then I just came right now. So How's everything? it's very nice. In this workshop, it's called it Fairy Garden. So basically, they are building a garden inside a jar. So they are learning about the layers of the earth, how they can do some like gardening and decorating. So it's between like garden and the craft. They are very excited, as you can see right now. The kids are just entering, so it's good to teach the kids about gardening in a way that they can use their hands to make it, and it's good because they will take it home with them, so they can like show it to their friends, and their friends they can do it later on, and it's